ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചു കടത്തിയ നടൻ ദുൽഖർ സൽമാന്റെ വാഹനം കസ്റ്റംസ് കണ്ടെത്തിയത് നിർണായകം. ഇന്നലെ ഉച്ചയോടെ കൊച്ചിയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. ഓപ്പറേഷൻ നുംകോറുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പ്രിവന്റീവ് സംഘം ദുൽഖറിന്റെ പനമ്പിള്ളിയിലെയും ചെന്നൈയിലെയും വീടുകളിൽ ഈ വാഹനം തേടി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെ കൊച്ചിയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് നിസാൻ പെട്രോൾ വാഹനം കണ്ടെത്തിയത്. മമ്മൂട്ടിയുടെ അനുജൻ ഇബ്രാഹിം കുട്ടിയുടെ മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. ഇനിയും വാഹനങ്ങൾ കസ്റ്റംസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള റെയ്ഡുകൾ ഇന്നും തുടരുകയാണ്. ഇബ്രാഹിം കുട്ടിയുടെ മകളുടെ ഭർത്താവ് അംജിദ് കരീമിന്റെ ഫ്ളാറ്റിലേക്ക് അതീവ രഹസ്യമായിട്ടാണ് കസ്റ്റംസ് എത്തിയത്. ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിസാൻ പെട്രോൾ Y16 എന്ന കാറാണ് കണ്ടെത്തിയത്. ഈ കാർ പിടിച്ചെടുത്തുവെന്ന് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കസ്റ്റംസിന് വാഹനം കിട്ടിയിരുന്നില്ല. വാർത്ത വന്നതോടെയാകും മുമ്പിലത്തെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കാർ മാറ്റിയതെന്നും വിലയിരുത്തലുണ്ട്. ചുവന്ന നിറത്തിലുള്ള കാർ ദുൽഖർ സൽമാന്റെ കൊച്ചി വെണ്ണലയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ അതീവ രഹസ്യമായി ഇരിക്കുകയായിരുന്നു. നാഷണൽ എംപയേഴ്സ് ഗാർഡൻ എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കാർ പാർക്കിങ്ങിലാണ് കിടന്നിരുന്നത്. ഈ കാറിന്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമിയാണെന്നാണ് രേഖ. രണ്ടാമത്തെ ഓണർ സഞ്ജയ് എന്നൊരാളാണ്. മൂന്നാമത്തെ ഉടമസ്ഥനാണ് രേഖകളിൽ ദുൽഖർ. നാഷണൽ എംപയേഴ്സ് ഗാർഡൻ ഒരു അധോലോക സംഘ താവളം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും സംശയമുണ്ട്. കാർ പിടിച്ചെടുത്ത വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയവരെ തടയാനും ആക്രമിക്കാനും ശ്രമം നടന്നു. ഹിമാചൽ സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ വാഹനം നേടിയത്. ഈ വാഹനത്തിന്റെ രേഖകളെല്ലാം തന്നെ നേരത്തെ തന്നെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ കാർ മാത്രം കണ്ടെത്തിയിരുന്നില്ല. ഇതിനിടെ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസിനെ അടക്കം പുതിയ വാഹനം കണ്ടെത്തിയത് സ്വാധീനിച്ചേക്കും. ഓപ്പറേഷൻ നുംകോറിൽ നിന്നും ദുൽഖർ സൽമാന്റെ ഒരു വാഹനം നേരത്തെ തന്നെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഓപ്പറേഷൻ നുംകോറുമായി ബന്ധപ്പെട്ട് ദുൽഖറിന്റെ 2 ലാൻഡ് റോവറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ സംശയനിഴലിലുള്ളതെന്നാണ് റിപ്പോർട്ട്. ഇതിലൊന്നാണ് ഇപ്പോൾ കൊച്ചി വെണ്ണലയിലുള്ള ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ഭൂട്ടാൻ കാർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തന്റെ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനിരിക്കെയാണ് നടൻ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ വാങ്ങിയത് നിയമവിധേയമായിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാതെ വാഹനം പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണ്. അതിനാൽ ഉദ്യോഗസ്ഥരുടെ നടപടി റദ്ദാക്കി പിടിച്ചെടുത്ത വാഹനം തിരികെ വിട്ടു നൽകാൻ നിർദ്ദേശിക്കണമെന്നാണ് ഹർജിയിൽ ദുൽഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിലുള്ള കസ്റ്റംസിന്റെ നീക്കം നടനും ഞെട്ടലായി. ലക്കി ഭാസ്കർ എന്ന സിനിമയിലും ഈ കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ നുംകോർ ഭാഗമായിട്ടാണ് കസ്റ്റംസ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ദുൽഖർ നിർമ്മിച്ച കിങ് ഓഫ് കൊത്തയിലടക്കം ചില സിനിമകളിൽ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചു കടത്തിയ വാഹനങ്ങൾ ചിത്രീകരണത്തിന് ഉപയോഗിച്ചതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ദുൽഖറിന്റെ സുഹൃത്തുക്കളായ നിർമ്മാതാക്കളുടെ ചിത്രങ്ങളായ ഭീഷ്മ പർവയിലും റൈഫിൾ ക്ലബിലും ഇത്തരം കള്ളവണ്ടികൾ ഉപയോഗിച്ചതായി കസ്റ്റംസ് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്.